ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ മാല എന്ന് പറയുന്ന മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് നമ്മുടെ നാട്ടിൽ മാല എന്നാണ് പറയുന്നത്. അങ്ങോട്ടൊക്കെ എന്തെന്നാണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള മസാലയൊക്കെ നോക്കാം. ഒരു 10-12ഓളം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10ഓളം കുഞ്ഞുള്ളിയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി മസാല കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓയിലോ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അതുകൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനെ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലെ അതിൻ്റെ 2 സൈഡിലുമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മസാല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മസാലയൊക്കെ ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം നമുക്ക് പുറത്ത് വച്ചിരിക്കാം കേട്ടോ. നമ്മൾ മസാല പുരട്ടി എത്ര നേരത്തോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നോ അത്രയും ടേസ്റ്റ് കിട്ടും കേട്ടോ മീനിന്. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2 തണ്ടോളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാല ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മീനില്ലേ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. ഈ ചതയൊക്കെയുള്ള മീനിലെ ഒരു 90% വെന്താൽ മതിയാവും കേട്ടോ. അങ്ങനെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇതിലിട്ട് കറിവേപ്പിലൊക്കെ എടുക്കണം കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ആണ് കേട്ടോ. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.